പുത്തുമല ഗവൺമെന്റ് LP സ്കൂൾ വിലപിക്കുകയാണ്. തന്റെ കുട്ടികളെ എല്ലാവരെയും കാണാത്തതിൽ. ദുരന്ത സ്ഥലത്തോട് ചേർന്ന സ്കൂളുകളിൽ ഈ സ്കൂൾ മാത്രമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്, കുരുന്നുകൾ ആരുമില്ലാതെ. ഉരുളെടുത്തത് മുണ്ടക്കൈയും ചൂരൽമലയുമാണെങ്കിലും പുത്തുമല സ്കൂള് ഇപ്പോൾ മൂകമാണ്. മക്കളെ, നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ 3 സുഹൃത്തുക്കൾ മാത്രമാണ് എന്നെ കാണാൻ ഓടി വന്നത്. മഴയും കോളും കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ദുരന്തം നമ്മുടെ പ്രദേശം കവർന്നെന്ന്. ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് നഷ്ടമായെന്നും അറിഞ്ഞു. ഇതിനെയെല്ലാം നമുക്ക് അതിജീവിച്ചല്ലേ മതിയാവൂ. നിങ്ങളുടെ കഥ പറച്ചിലും കലപില ശബ്ദവും കേൾക്കാതെ എങ്ങനെ എനിക്ക് ഉറങ്ങാൻ കഴിയും? നമ്മുടെ അധ്യാപകരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അധികം താമസിയാതെ ക്യാമ്പുകളൊക്കെ അവസാനിപ്പിക്കുന്ന മുറക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ കൗൺസിലിങ്ങും അതുപോലെയുള്ള എൻ്റർടൈൻ പരിപാടികളൊക്കെ ആയിട്ട് സ്വാഗതം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വർണ്ണക്കൂടാരം തുറന്ന് നമുക്ക് കളിക്കണം. പാഠപുസ്തകങ്ങളിലെ കവിതയും കഥകളും കേൾക്കണം. എല്ലാം മറക്കുകയല്ലാതെ അതിജീവനത്തിലേക്ക് നമുക്ക് മറ്റൊരു വഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാത്തിനെയും അതിജീവിച്ച് എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനായി സ്കൂളും നിങ്ങളുടെ സുഹൃത്തുക്കളും അധ്യാപകരും നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അജിത് കുമാറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്. നയൻതാര തന്നെ നമ്മുടെ കൂടെയുണ്ട്. നയൻതാര, ഈ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യം എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് വേദനിപ്പിച്ചത് വെള്ളാർമല സ്കൂളിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടാണ്. അങ്ങനെ സ്കൂളുകൾ അങ്ങനെ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി പോകുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് കമലേട്ടൻ നമ്മുടെ മുന്നിൽ ഒരു വാർത്തയുമായിട്ട് എത്തിയതായിരുന്നു. വെള്ളാർമല സ്കൂളിലെ ആ ടീച്ചറിന്റെയും കുട്ടികളുടെയും അവരുടെയൊക്കെ ഓർമ്മ ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുകയായിരുന്നു. ഇതേ തത്സമയം റിപ്പോർട്ടിൽ നമ്മൾ സംസാരിച്ചതാണ്. ഓരോ സ്കൂളിന്റെ കാര്യം എടുത്ത് നോക്കിയാലും അങ്ങനെയാണ്. നോക്കൂ, ഈ പുത്തുമല സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനോഹരമായൊരു സ്കൂളാണ്. പക്ഷേ ആ സ്കൂളിൽ കുട്ടികൾ ആരുമില്ലാതെ ഉറങ്ങിപ്പോവുകയാണ് എന്ന് പറയുമ്പോഴുള്ളൊരു വിഷമം അത് അധ്യാപകരുടെ മനസ്സിൽ നിന്ന് പോലെ നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാവരും പെട്ടെന്ന് തിരിച്ചു വരട്ടെ അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും ചിരിച്ച് കളിച്ച് നടക്കണമല്ലേ? തീർച്ചയായും. അതായത് കുട്ടികളൊക്കെ എല്ലാവരും വലിയൊരു ഭീതിയിലാണ്. നമുക്കറിയാം ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. കുട്ടികളും കൃത്യമായി അത് മനസ്സിലാക്കുന്നുണ്ട്. അവരെല്ലാവരും ആ ഒരു ഭീതിയിലാണ് കഴിയുന്നത്. ഈ ഒരു ദുരന്ത സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള സ്കൂളുകളിലൊന്നാണ് പുത്തുമല ഗവൺമെൻറ് LP സ്കൂള്. ഈ സ്കൂളിൽ നമുക്കറിയാം 5 വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമലയെ വിഴുങ്ങിയ ആ ദുരന്തത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു ദുരന്ത സമയത്ത് അതിനെ നേരിട്ട ഒരുപാട് പേർ, അന്ന് നേരിട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അന്ന് അവർ കുട്ടികളായിരുന്നു, അവർ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർ രക്ഷിതാക്കൾ ഉൾപ്പെടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തെ വലിയൊരു ദുരന്തം വിഴുങ്ങിയിരിക്കുന്നു. ആ ഒരു ആശങ്കയും ഭീതിയും, അതായത് അവർ പറയുന്നത് എങ്ങും ഭീതിയുടെ മുഴക്കമാണ് ഞങ്ങൾക്ക് ചെവിയിൽ കേൾക്കാനുള്ളത്. ആ ഒരു സംഭവമാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് അവരെ മാറി താമസിക്കാൻ ഈ ഒരു സമയത്ത് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിലൊരു സംശയമില്ല. അങ്ങനെയാണ് ഇവരിൽ പലർക്കും അവരുടെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ ഈ ഒരു പുത്തുമല ഭാഗത്ത് നിന്നും മാറി താമസിക്കുന്നത്. ഇപ്പോൾ ഇന്നലെയാണ് സ്കൂൾ തുറന്നത്. ഇന്നലെ സ്കൂളിൽ കുട്ടികളൊന്നും എത്തിയില്ല എന്ന് ആണ് പറഞ്ഞത്. അതായത് സ്കൂളുകളിൽ കുട്ടികളില്ലാതെ എന്ത് സ്കൂളാണല്ലേ? നമുക്ക് പോലും അവധിക്കാലങ്ങളിൽ സ്കൂളുകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ വലിയൊരു സങ്കടം തോന്നും, നോക്കാനേ തോന്നില്ല. അതുപോലെയായിരുന്നു ഇന്ന് ആ ഒരു സ്കൂളിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് തോന്നിയ ഒരു അനുഭവം. കാരണം കുട്ടികളില്ലാതെ എന്താണ്, ആ സ്കൂളിന് ഒരു അനക്കവും ഇല്ല. ആ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഒരു ഉള്ളിലുണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ. കാരണം 3 കുട്ടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവരൊരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ടീച്ചർ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വരാതിരുന്നത്? ആ ഒരു ചോദ്യത്തിന് മുന്നിൽ അധ്യാപകർക്ക് ചിലപ്പം ഉത്തരം ഉണ്ടാവില്ലായിരിക്കാം. കാരണം അധ്യാപകരും വളരെ ഒരു സങ്കടത്തിലാണുള്ളത്. ഞങ്ങളുടെ കുട്ടികൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ദിവസവും കുട്ടികളെ ഇവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ട്. കാരണം കുട്ടികളൊക്കെ വലിയൊരു മാനസിക സംഘർഷത്തിലാണെന്ന് അധ്യാപകരും പറയുന്നു. അത്തരത്തിൽ അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നൽകി അവരെ സ്വീകരിക്കും. അവർക്ക് വലിയൊരു സ്വീകരണ പരിപാടി തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും കുഞ്ഞുങ്ങൾ അങ്ങനെ തിരിച്ചു വരും, ഉറപ്പായിട്ടും തിരിച്ചു വരും എന്നുള്ളതാണ്. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ സന്തോഷിക്കുന്ന ആ കാഴ്ചയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇതിനോടകം തന്നെ നമ്മൾ കാണുന്നുണ്ട്. വളരെ വേഗം അവർ തിരികെ എത്തും. തിരികെ എത്താതെ എവിടെ പോകാനല്ലേ? ശരി നയൻതാര.